ദുരന്തത്തെ അതിജീവിച്ച കുഞ്ഞുമക്കളുടെ നിഷ്കളങ്ക ജീവിതം കണ്ടു നിൽക്കുന്നവരുടെ കണ്ണ് നനയിക്കുകയാണ്. മുണ്ടക്കൈയിലെ ജസീലയുടെ 3 വയസ്സുകാരിയായ മകൾ നൈസ മുറിപ്പാടിന്റെ വേദനയിലും ചിരിക്കുകയാണ്. നൈസയും ഉമ്മ ജസീലയും മാത്രമാണ് കുടുംബത്തിൽ ഇനി ബാക്കിയുള്ളത്. ഉരുളുപൊട്ടൽ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ തുടർച്ചയായി നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ താടിയിലും കണ്ണടയിലൊക്കെ തൊട്ട് തലോടി നിൽക്കുന്ന നൈസമോളെ നമ്മൾ കണ്ടതാണ്. ആ നൈസമോൾ ഒരു സങ്കട കാഴ്ചയാണ്. മോളെ കാണണമെന്നൊരു അതിയായ ആഗ്രഹം. കുറച്ച് കളിപ്പാട്ടം വാങ്ങണം തോന്നുന്നു. എന്താ നോക്കി അതെന്താ കാലിടുക? ആ ഇങ്ങനെ ഇങ്ങനെ ആ വടിക്കണം. ഏത് ഏതാ? പോട്ടെ പോട്ടെ ടാറ്റ പറ. ടാറ്റ. എന്തേലും ഉണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിക്കണേ കേട്ടോ. എന്തേലും ആവശ്യം വരികയാണെങ്കിലേ. ടാറ്റ പറ. ടാറ്റ. കുഞ്ഞു മനസ്സുകളുടെ മുറിവുണങ്ങാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അവരെ നമുക്ക് ചേർത്ത് പിടിച്ചേ മതിയാവും. വീഡിയോ ജേർണലിസ്റ്റ് നിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, റിപ്പോർട്ടർ വയനാട്. നൈസമോളും നൈസയുടെ ഉമ്മ ജസീലയും അതിജീവിക്കട്ടെ. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം.